ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും അറിയാവുന്ന ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പേര് മിൽക്കി റവ പുഡിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞങ്ങൾ ഒന്നും കൂടെ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടു. ഇനി നമുക്ക് 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം. നമുക്ക് തീ സിമ്മിലിട്ട് ചൂടാക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് നിർത്താം. ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ആ പഞ്ചസാര മുഴുവൻ അരുത്ത് കഴിയുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം. അടി പിടിക്കാനായിട്ട് നിൽക്കരുത്. അപ്പോൾ നമുക്ക് കാരമൽ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ കാരമൽ നമുക്ക് പുഡിങ് ഉണ്ടാക്കാനുള്ള ട്രേയിലേക്ക് മാറ്റാം. ചൂടോടെ തന്നെ മാറ്റണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയായി പോകും. ഇനി ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം, എല്ലായിടത്തും ആക്കണം. നമ്മൾ കാരമൽ റെഡിയാക്കി കഴിഞ്ഞു. അത് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗീ ആണ് ഇടാൻ പോകുന്നത്. ചിലവർ ഗീ ഇടും, ചിലവർക്ക് ബട്ടർ ഇടണമെങ്കിൽ ബട്ടർ ഇടാം. അൺസോൾട്ടഡ് ബട്ടർ ഇടണം ബട്ടർ എടുക്കുമ്പോഴത്തേക്കും. ഗീ അപ്പം മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ലിറ്റർ പാല് ഒഴിക്കാം. നല്ലോണം ഇളക്കി കൊടുക്കണം. പാല് ഇനി നമുക്ക് ഒരു ചെറുതായിട്ട് തിള വരുമ്പോഴത്തേക്കും നമുക്ക് 3 സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. ഇനി റവ നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ലയിപ്പിച്ചെടുക്കാം. ഒരു കുഴമ്പ് രൂപത്തിൽ വന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഇച്ചിരിയും കൂടെ ചേർക്കാം പഞ്ചസാര. ഒരു കുഴമ്പ് രൂപത്തിൽ വരുന്ന വരെ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണേ. പിന്നെ ഫുള്ളിൽ തന്നെ ഇട്ടാൽ മതി, സിമ്മിലിടണ്ട. ഇനി നമുക്ക് തീ ഓഫാക്കാം, എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് തണുത്ത് കഴിഞ്ഞിട്ടാണ് അടുത്തത് ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് 2 മുട്ട ബീറ്റ് ചെയ്തതിലേക്ക് ഒരു 3-4 ഡ്രോപ്പ് വാനില എസൻസ് ചേർക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്ക പൊടിച്ചത് ഒരു 1/4 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട ബീറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് ആഡ് ചെയ്യണേ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഓരോ കഷ്ണമായിട്ട് മാറി മാറി കിടക്കും. അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണേ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം.
റെഡിയാക്കി വെച്ച കാരമൽ ഏകദേശം ഇത്തിരി ഡ്രൈ ആയിട്ടുണ്ട്. പാത്രത്തിന് ചുറ്റിനും നമ്മൾ ഗീ വെച്ച് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞ് പെട്ടെന്ന് അടന്നു പോരാൻ വേണ്ടിയാണ്. റവ മിക്സ് നമ്മൾക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. നമ്മൾ മിക്സ് നല്ലോണം ഒഴിച്ചിട്ടുണ്ട്. നമുക്കത് ആവി കയറ്റാനായിട്ട് അപ്പച്ചമ്പിലേക്ക് എടുത്തു വയ്ക്കാം. ഇത് നമുക്ക് ഫോയിൽ പേപ്പർ വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂടി വെച്ച് മൂടി വയ്ക്കാം. ഫോയിൽ പേപ്പർ ഇല്ലാത്തവർ ഇതുപോലെ എന്തെങ്കിലും മൂടി വെച്ചാൽ മതി. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഒരു അരമണിക്കൂർ അപ്പച്ചമ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാൻ വയ്ക്കാം. തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊന്ന് വിടിയിച്ചെടുക്കാം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മിൽക്കി റവ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പീസാക്കി എടുക്കാം. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയണം കേട്ടോ. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മിൽക്കി റവ പുഡിംഗ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഈവനിങ് സ്നാക്ക് കൂടിയാണ്.